ഇസ്രായേലിനെ ഒറ്റയ്ക്കൊതുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇറാൻ എന്താണ് ചെയ്തത്? ലോകത്തുള്ള സകല മുസ്ലിം രാജ്യങ്ങളെ കൂട്ടനായി ഒപ്പം വിളിച്ചു. മുസ്ലിം രാജ്യങ്ങൾ ഒന്നു ചേർന്ന് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട ഇറാനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു മുസ്ലിം രാജ്യം. എങ്ങനെയെന്നല്ലേ? ഇറാന്റെ ഡ്രോണുകൾ വെടിവെച്ചിട്ട് ഇസ്രായേലിന് ഒരു കവചമായി മാറുന്നു ഈ മുസ്ലിം രാജ്യം. ഇസ്രായേലിന് ഒരു പരിചയോ കവചമോ ഒക്കെയായി മാറുന്ന ഈ മുസ്ലിം രാജ്യം ജോർദാൻ ആണ്. ഇറാനിയൻ ഡ്രോണുകളെ വ്യോമാതിർത്തിയിൽ വെടിവെച്ച് വീഴ്ത്തുന്നു. ഇവിടുത്തെ രാജാവ് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പിൻഗാമിയാണ്. ഇറാൻ മുൻപും ഡ്രോണുകൾ അയച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവയെല്ലാം കൃത്യസമയത്ത് തടയപ്പെട്ടിരുന്നു. ഡ്രോണുകൾ ഇസ്രായേലിലെത്തി നാശനഷ്ടങ്ങൾ വരുത്തുന്നതിന് മുൻപ് അവയെ വെടിവെച്ച് വീഴ്ത്താൻ ഇസ്രായേലി ജോർദാൻ സൈന്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. തങ്ങളുടെ വ്യോമ അതിർത്തിയിൽ പ്രവേശിച്ച നിരവധി ഡ്രോണുകളും മിസൈലുകളും തങ്ങളുടെ സൈന്യം തകർത്തതായി ജോർദാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ വിക്ഷേപിച്ച പല ആയുധങ്ങളും ആകാശത്ത് വെച്ച് തന്നെ നശിപ്പിച്ച പാരമ്പര്യമാണ് ജോർദാനുള്ളത്. അതുമാത്രമല്ല, യുദ്ധ സാഹചര്യങ്ങളിൽ ജോർദാൻ തങ്ങളുടെ വ്യോമാതിർത്തി താൽക്കാലികമായി അടച്ചു. തങ്ങളുടെ വ്യോമാതിർത്തി ഒരു യുദ്ധക്കളമാക്കാൻ അനുവദിക്കില്ല എന്നും തങ്ങളുടെ ആകാശത്ത് എന്തെങ്കിലും ലംഘനം അനുവദിക്കില്ല എന്നും ജോർദാൻ തറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് ജോർദാൻ. യുദ്ധ സാഹചര്യങ്ങളിൽ പലപ്പോഴും ഇസ്രായേലിന്റെ ഒപ്പം നിന്നിട്ടുള്ള പങ്കാളിയാണ് ജോർദാൻ. ഈ മേഖലയുമായി ജോർദാന് പ്രത്യേക ബന്ധമുണ്ട്. അവരുടെ രാജാവ് അബ്ദുള്ള പ്രവാചകൻ മുഹമ്മദ് നബിയുടെ നേരിട്ടുള്ള പിൻഗാമിയാണെന്നാണ് വിശ്വാസം. 48-ൽ പിറന്നു വീണപ്പോൾ ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യത്തെ ആക്രമിച്ചില്ലാതാക്കാൻ ശ്രമിച്ച അയൽവാസികളിൽ ഭൂരിഭാഗവും ഇന്ന് ഇസ്രായേലിന് കൈകൊടുത്ത് കൂടെയുണ്ട്. 67-ൽ ഇസ്രായേലിന് എതിരായ യുദ്ധം നയിച്ച രാജ്യമാണ് ഈജിപ്ത്. ഇന്ന് ഈജിപ്ത് ഇസ്രായേലുമായി നല്ല ബന്ധത്തിലാണ്. മാത്രമല്ല, ഇറാൻ കയറ്റിവിടുന്ന ഷിയ തീവ്രവാദത്തെയും ഈജിപ്ത് ശക്തമായി ചെറുക്കുന്നു. ഈജിപ്ത് മുസ്ലിം ബ്രദർഹുഡിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇറാന്റെ തീവ്ര ഷിയ ആശ്രയങ്ങളുടെ പ്രചാരം അവിടെ വലിയ ഭീഷണിയായി നിലനിൽക്കുന്നുണ്ട്. ജോർദാൻ ഇസ്രായേലിന്റെ ഒരു സഖ്യകക്ഷിയെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ജോർദാന്റെ ഒരു വശത്ത് ഇസ്രായേലും വെസ്റ്റ് ബാങ്കും മറുവശത്ത് ഇറാഖുമാണ്. അതിനപ്പുറത്താണ് ഇറാൻ. ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കാരണം ജോർദാന്റെ വ്യോമാതിർത്തി കടന്നു മാത്രമേ ഇറാന് ഇസ്രായേലിനെ ആക്രമിക്കാൻ സാധിക്കൂ. പക്ഷേ ജോർദാൻ അതിന് അനുവദിക്കാറില്ല. കഴിഞ്ഞ ദിവസവും ഇറാനിയൻ ഡ്രോണുകളെ വ്യോമാതിർത്തിയിൽ ജോർദാൻ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. തങ്ങളുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ച നിരവധി ഡ്രോണുകളും മിസൈലുകളും തങ്ങളുടെ സൈന്യം തകർത്തതായി ജോർദാൻ വാർത്താ ഏജൻസി പലതവണ റിപ്പോർട്ട് ചെയ്തു. വ്യോമാതിർത്തി താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ സംഘർഷത്തിലെ പ്രധാന പങ്കാളികൾക്കിടയിലാണ് ജോർദാൻ സ്ഥിതി ചെയ്യുന്നത്. അതായത് ഒരു വശത്ത് ഇസ്രായേലും വെസ്റ്റ് ബാങ്കും, മറുവശത്ത് ഇറാഖും. ഇറാന്റെ അയൽക്കാരനാണ് ഇറാഖ്. അതിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കാരണം ജോർദാന്റെ വ്യോമാതിർത്തി കടന്നു മാത്രമേ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ സാധിക്കൂ. ജോർദാൻ അമേരിക്കയുടെ ഒരു പ്രധാന സഖ്യകക്ഷി കൂടിയാണ്. 1994-ൽ ഇസ്രായേലുമായി ഒരു സമാധാന കരാറിൽ ഒപ്പുവെച്ചു. അങ്ങനെ ചെയ്യുന്ന രണ്ടാമത്തെ അറബ് രാജ്യമാണ് ജോർദാൻ. കരാറിന് ശേഷം രണ്ട് രാജ്യങ്ങളും വളരെ അടുത്ത സുരക്ഷാ ബന്ധങ്ങളാണ് നിലനിർത്തുന്നത്. രഹസ്യാന്വേഷണ വിവരങ്ങൾ പരസ്പരം കൈമാറുന്നുണ്ട്. അമേരിക്കയുടെ ഒരു പ്രധാന സഖ്യകക്ഷി കൂടിയാണ് ജോർദാൻ. ഇസ്രായേലിനെ പരസ്യമായി പിന്തുണയ്ക്കുന്ന അപൂർവം മുസ്ലിം ഭരണാധികാരികളിൽ ഒരാളാണ് ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ. കഴിഞ്ഞ വർഷം ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളിൽ ഇസ്രായേലിനെ പരസ്യമായി സഹായിച്ചു എന്ന് സമ്മതിച്ച ഒരേ ഒരു മുസ്ലിം രാജ്യം ജോർദാനാണ്. 2024 ഒക്ടോബറിൽ ഇറാൻ ഇസ്രായേലിന് നേരെ ഏകദേശം 180 മിസൈലുകൾ തൊടുത്തപ്പോൾ അതിൽ നല്ലൊരു പങ്കും ജോർദാൻ അവരുടെ വ്യോമാതിർത്തിയിൽ തന്നെ വെടിവെച്ച് വീഴ്ത്തി. മറ്റു രാജ്യങ്ങളിൽ നിന്നും ജോർദാനിൽ നിന്നും വിമർശനങ്ങൾ നേരിട്ടിട്ടും സർക്കാർ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ഇസ്രായേലിനുള്ള പിന്തുണ തുടരുകയും ചെയ്ത രാജ്യമാണ് ജോർദാൻ. തന്റെ പിതാവായ ഹുസൈൻ രാജാവിന്റെ മരണശേഷം 1999 മുതൽ 25 വർഷത്തിലേറെ അബ്ദുള്ള രണ്ടാമൻ രാജാവ് ജോർദാൻ ഭരിക്കുന്നു. ഹാഷ്മൈറ്റ് രാജകുടുംബത്തിൽപ്പെട്ട അദ്ദേഹം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 43-ാം തലമുറയിൽ നിന്നുള്ള നേരിട്ട പിൻഗാമിയാണ് എന്നാണ് പല മുസ്ലിങ്ങളും വിശ്വസിക്കുന്നത്. മുഹമ്മദ് നബിയുമായുള്ള ഈ ബന്ധം മുസ്ലിം ലോകത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക പദവി നൽകുന്നു. UK-ലും US-ലും പഠിച്ച ജോർദാനിലെ അബ്ദുള്ള രണ്ടാമൻ രാജാവ് ആധുനിക ജീവിതശൈലിക്ക് പേരുകേട്ട ആളാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.